തല്ലി എന്നുള്ളത് അറിഞ്ഞിട്ടാണ്. അത് ഞങ്ങളെ അറിയിച്ചത് ആ കോളേജിൻ്റെ സെക്യൂരിറ്റി ചേട്ടനാണ്. അപ്പം അറിഞ്ഞപ്പോൾ തന്നെ അവളായിട്ട് സംസാരിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല അവൻ. പിന്നെ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഫോണില്ല ഓൾറെഡി. അവൻ്റെ ഒരു ഫോണുള്ളത്. ആ ഒരു ഫോണിലേക്ക് അവനെ വിളിച്ചാലും അവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല. അവൻ കൂടുതലും എടുക്കില്ല. ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല. ഞാൻ തല്ലിയെന്ന് പറഞ്ഞ് വിളിച്ചെന്ന് അവനോട് പറയുകയും കൂടി ചെയ്തത്. അവളെ പറഞ്ഞു, നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ, അല്ലാണ്ട് അവളെ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇന്ന് നല്ല ഭാവി ഉണ്ടായിരുന്നെന്ന് അറിയാം. ആ ക്ലാസ് ബസ്സൊക്കെ ആയിരുന്നു. അവള് പ്ലേസ്മെന്റ് കിട്ടി ചെന്നൈയില് ജോലിക്ക് പോയി. ജോലിക്ക് പോലും പിന്നെ വിട്ടിട്ടില്ല. വീട്ടൊക്കെ കൊടുത്ത് അവൾക്ക് കാനഡയിൽ സെറ്റിൽ ആവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് ഉപദ്രവിച്ചുണ്ട് തോന്നുന്നുണ്ട്. അവനെന്തോ ടോർച്ചർ ചെയ്ത് അവളെ വല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിയിട്ടുള്ള. എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളായിട്ട് അടുപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവളെ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വേദന. അത്രയും ക്രൂര മനസ്സാവില്ല. രണ്ടും ഞാൻ പറയാൻ കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് നമ്മുടെ മക്കള് ഇവിടെ കൂടി ചേർക്കാനും സ്വാഗതം. തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ ഗർഭിണിയായ യുവതിയുടെ സഹോദരിയുടെയും പിതാവിൻ്റെയും ചങ്കുപൊട്ടിയുള്ള വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. മാട്ടുമല സ്വദേശി ഷാരൂണിൻ്റെ ഭാര്യ അർച്ചനയെ കഴിഞ്ഞ ദിവസമാണ് ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലായിരുന്നു മൃതദേഹം. യുവതിയെ ഭർത്താവ് മർദ്ദിച്ചിരുന്നതായും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. 6 മാസം മുൻപാണ് അർച്ചനയുടെയും ഷാരൂണിൻ്റെയും വിവാഹം നടന്നത്. പ്രണയവിവാഹമായിരുന്നു. അർച്ചനയുടെ വീടിന് പുറകിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഇരുവരും തമ്മിൽ പരിചയത്തിലായി. പിന്നീട് അർച്ചനയെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി ഷാരോൺ വിവാഹം കഴിക്കുകയായിരുന്നു. വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും മകളെ അയാൾ അനുവദിച്ചിരുന്നില്ല. അത്രയ്ക്കും പേടിയായിരുന്നു ഭർത്താവിനെ മകൾക്കെന്ന് കുടുംബം പറയുന്നുണ്ട്. കഞ്ചാവ് കേസിലെ പ്രതിയാണ് അർച്ചനയുടെ ഭർത്താവ് ഷാരോൺ. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ കുടുംബം ഉന്നയിക്കുന്നത് പോലെ മരണത്തിൽ പല രീതിയിലുള്ള സംശയങ്ങളും ദുരൂഹതയുമുണ്ട്. കാരണം ഈ 6 മാസം മുൻപായിരുന്നു ഷാരൂണിൻ്റെയും അർച്ചനയുടെയും വിവാഹം. അതും പ്രണയവിവാഹം. വീട്ടുകാരറിയാതെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയി നടത്തിയ വിവാഹം. അതിനുശേഷം മകളെ സ്വന്തം വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. കൊടിയ പീഡനം ഭർത്തൃവീട്ടിൽ ആ യുവതിക്ക് അനുഭവിക്കേണ്ടതായി വന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ മരണത്തിന് പിന്നിൽ കൊലപാതകമാണോ അതോ ഈ അർച്ചന സൂയിസൈഡ് ചെയ്തതാണോ എന്നുള്ള സംശയത്തിലാണ് വരന്തരപ്പള്ളി പോലീസും ഇപ്പോഴുള്ളത്. കാരണം ഈ അർച്ചനയുടെ മൃതദേഹം കടന്നത് ഈ വീടിന് തൊട്ടു പിന്നിലായിട്ടുള്ള ഒരു കോൺക്രീറ്റ് കാനയിലാണ്. അർച്ചനയുടെ, അതായത് ഭർത്താവിൻ്റെ ഷാറൂണിൻ്റെ അമ്മ പുറത്തു പോയിട്ട് വന്നപ്പോൾ, കുട്ടിയെ വിളിക്കാൻ പുറത്തു പോയിട്ട് വന്നപ്പോഴാണ് മൃതദേഹം കണ്ടതെന്നാണ് പറയുന്നത്. അതേസമയം 6 മാസമായിട്ടേ ഉള്ളൂ ഇവർ വിവാഹിതരായിട്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അർച്ചനയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പരിചയമാണ് ഷാറൂണുമായി വിവാഹബന്ധത്തിലെത്താൻ കാരണമായത്. ചെന്നൈയിൽ ജോലി നോക്കുകയായിരുന്നു അർച്ചന. ആ ഒരു സമയത്ത് വീട്ടിൽ നിന്നും പുറത്തു പോവുകയാണ്, ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പോയ അർച്ചന പിന്നീട് ഇയാളുടെ ഒപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു. വീട്ടിൽ നിന്നും അങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയായിരുന്നു എന്നാണ് പിതാവ് ഹരിദാസ് പറയുന്നത്. അങ്ങനെയാണ് നിരന്തരമായിട്ട് ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വലിയ ക്രൂരമായ പീഡനമാണ് അർച്ചന ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളത് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, പഞ്ചായത്ത് അംഗവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
അതുപോലെ അർച്ചനയുടെ കുടുംബവും അതുമായി ബന്ധപ്പെട്ട് അത്തരം ആരോപണവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ 6 മാസത്തിനിടയിൽ മകൾ പലതവണയും സഹോദരി എന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് 2 സഹോദരിമാരാണുള്ളത്. ഈ സഹോദരിമാരിൽ ഒരാളെ വിളിച്ചിരുന്നു. ക്രൂരമായ പീഡനമാണ് തനിക്ക് ഏൽക്കേണ്ടി വരുന്നതെന്ന് അവരോട് പറഞ്ഞിരുന്നു. അതേസമയം മകൾക്ക് ഇത്തരം വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന സാഹചര്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അച്ഛൻ പറഞ്ഞിരുന്നതായും അച്ഛൻ ഹരിദാസ് പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൾക്ക് സ്ത്രീധനം ഒന്നും നൽകില്ല എന്നുള്ള നിലപാടിലായിരുന്നു അച്ഛൻ. അതേസമയം അർച്ചന സ്ത്രീധനവുമായി വരണം, വീട്ടിൽ പോയി സ്ത്രീധന തുക ചോദിച്ച് ആ പണവുമായി തിരികെ എത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് നിരന്തരം ഷാരോൺ അർച്ചനയെ ഉപദ്രവിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും 6 മാസത്തിനുള്ളിൽ അർച്ചന ഗർഭിണിയായിരുന്നു. 6 മാസത്തിനുള്ളിൽ നിരന്തര പീഡനമാണ് അർച്ചനയ്ക്ക് ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും ഏൽക്കേണ്ടി വന്നത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഭർത്താവ് ഷാരോണിനെയും ഭർത്താവിന്റെ അമ്മ രജനിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് വ്യക്തത വരാനുണ്ട്. എന്തായാലും ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇത് കൊലപാതകമാണോ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. അതുമാത്രമല്ല പോസ്റ്റ്മോർട്ടം ക്രമങ്ങൾ ഇനിയും നടക്കാനുണ്ട്. അത്തരം നടപടികൾക്ക് ശേഷമേ അർച്ചന കൊല്ലപ്പെട്ടതാണോ അതോ ഈ ക്രൂര പീഡനത്തിൽ നൊന്ത് ജീവനൊടുക്കിയതാണോ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരാനുണ്ട്. ആ അന്വേഷണം കൂടിയാണ്, അത് കൊലപാതക ശ്രമത്തിനുള്ള സാധ്യത കൂടി അന്വേഷിക്കുകയാണ് പോലീസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിരന്തര പീഡനമാണ് ഈ പെൺകുട്ടിക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഉണ്ടാകേണ്ടി വന്നിട്ടുള്ളത്. ഈ ഷാരോൺ കഞ്ചാവ് കേസിൽ പ്രതിയാണ്. തമിഴ്നാട് പോലീസ് രജിസ്റ്റർ ചെയ്തുള്ള കഞ്ചാവ് കേസിൽ പ്രതിയാണ്. അതായത് മയക്കുമരുന്ന് ഉപയോഗിച്ച ശീലമുള്ള ആളാണ്, അത്തരം ആക്ടിവിറ്റികളുള്ള ആളാണ്. ഇവരുടെ വീടിന് പിന്നിലുള്ള വീട്ടിൽ, അതായത് അർച്ചനയുടെ പിന്നിലുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു ഷാരോണും കുടുംബവും. അങ്ങനെയാണ് അർച്ചനയുമായി പരിചയത്തിലാവുന്നതും പ്രണയത്തിലാവുന്നതും. ആ ഒരു സാഹചര്യത്തിൽ തന്നെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഇയാള് സ്വഭാവ ദൂഷ്യമുള്ള അല്ലെങ്കിൽ തല്ലിപ്പൊളി ഈ കൂട്ടത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്, അത് വേണ്ടിയിരുന്നില്ല എന്ന് മകളോട് താൻ പറഞ്ഞിരുന്നു എന്ന് അച്ഛൻ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ദിവസം ഈ ഷാരോൺ അർച്ചനയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുകയായിരുന്നു. അതിനുശേഷം 6 മാസമായിട്ട് വീടുമായി ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല, വീട്ടിലെത്തിയിട്ടില്ല. വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കാനും ഷാരോൺ സമ്മതിച്ചിരുന്നില്ല. മാത്രമല്ല ഷാരോണിന് സംശയരോഗമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ സംശയരോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ 6 മാസത്തെ കാലയളവിലുണ്ടായ പ്രശ്നം സ്ത്രീധനമായിരുന്നു. അതായത് വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് പോകുന്നതിന് ശേഷം വീട്ടുകാരുമായി ബന്ധപ്പെടാൻ പോലും സമ്മതിച്ചിരുന്നില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സ്ത്രീധനം നൽകാത്തതായിരുന്നോ ഈ ഷാരോണിനെ പ്രകോപിപ്പിച്ചത്? അതിൻ്റെ പേരിലായിരുന്നു ഈ കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടായത്. എന്താണ് ഈ വിഷയത്തിൽ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്ന കാര്യം? സ്ത്രീധനം വാങ്ങി വീട്ടിൽ നിന്ന് വരണമെന്ന് അർച്ചനയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്ന് വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതേസമയം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മക്കൾക്ക് പണം നൽകില്ല, അല്ലെങ്കിൽ സ്ത്രീധനമായി ഒന്നും നൽകില്ല, താൻ ഒന്നും നൽകില്ല എന്ന് അച്ഛൻ തീരുമാനമെടുത്തിരുന്നു എന്നും അച്ഛൻ അത്തരത്തിൽ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതേ തുടർന്നാണ് അർച്ചനയ്ക്ക് ഭർത്താവിന്റെ മാതാവിന്റെ ഭാഗത്തു നിന്ന് ഉപദ്രവം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ഭർത്താവിന്റെ മാതാവും സഹോദരിയും നിരന്തരം ഉപദ്രവിച്ചു എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. ഈ അർച്ചനയുടെ വീട്ടുകാർ ആരോപിക്കുന്നുണ്ട്. മാതാവ് രജനയും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ ഷാരോൺ അങ്ങനെ ആയിരുന്നില്ല. ഷാരോൺ സംശയരോഗമായിരുന്നു. ഷാരോണിന് നിരന്തരം സംശയത്തിന്റെ പേരിൽ അർച്ചനയെ ഉപദ്രവിച്ചിരുന്നു. അർച്ചനയുടെ കോളേജിന് മുൻപിൽ വെച്ചും പരസ്യമായി അർച്ചനയെ മർദ്ദിച്ച സംഭവമുണ്ട്. അത് സെക്യൂരിറ്റി ജീവനക്കാരൻ കാണുകയും അദ്ദേഹം ഇവരുടെ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തെന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്തരം പരാതികളൊക്കെ ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ അവർ പരാതി നൽകിയിട്ടുമുണ്ട്. നിരന്തര പീഡനത്തിനും നിരന്തര മർദ്ദനത്തിനും ഇരയായിരുന്നുണ്ട് 6 മാസത്തിനുള്ളിൽ തങ്ങളുടെ മകൾ എന്നുള്ള വിവരം ചൂണ്ടിക്കാട്ടി അർച്ചനയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. മാത്രമല്ല അർച്ചനയുടെ മൃതശരീരം കിടന്നിരുന്ന ഒരു സാഹചര്യം അല്പം ദുരൂഹമാണ്. സംശയാസ്പദമായ സാഹചര്യത്തിലാണ് മൃതദേഹം ഒരു കോൺക്രീറ്റ് കാനയ്ക്കുള്ളിൽ കിടന്നത്. അത് വീടിന് ഷാരോണിന്റെ വീടിന് തൊട്ടു പുറകിലായിട്ടുള്ള കോൺക്രീറ്റ് കാനയാണ്. അവിടെ എങ്ങനെയാണ് ഈ തീപ്പൊള്ളലേറ്റതിന്റെ ഒരു ഇന്റൻസിറ്റിയിൽ അത് അത്ര വേഗം അത് സഹിക്കാൻ വയ്യാതെ വീട്ടിനുള്ളിൽ നിന്നും ഓടി ഇറങ്ങിയ കാനയിലേക്ക് വീണ് മരിച്ചതാണോ എന്നറിയില്ല. അതേസമയം ആരെങ്കിലും കൊലപ്പെടുത്തി കാനയിൽ കൊണ്ടുവന്നിട്ടതാണോ എന്നും അറിയില്ല. അത്തരം സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട അവസ്ഥയുണ്ട്. എന്തായാലും വരന്തരപ്പള്ളി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കുടുംബവും അത്തരമൊരു സംശയം ഉന്നയിക്കുന്നുണ്ടല്ലോ. കാരണം ഈ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട്. കൊലപാതക സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം ഒരു ആത്മഹത്യയാണെങ്കിൽ വീടിന് ഉള്ളിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം. പക്ഷേ ഇത് വീടിന് പുറത്തുപോയി ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ കുടുംബം ഇതൊരു കൊലപാതകമാണ് എന്ന
സംശയം ഉന്നയിക്കുന്നത്. പോലീസും ആ രീതിയിൽ കരുതുന്നുണ്ടോ? ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഉണ്ടാകും അല്ലേ ആജ്ഞ? തീർച്ചയായിട്ടും ഉണ്ടാവും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇതിൽ കൊലപാതകമാണോ അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജീവൻ ഒടുക്കിയതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് രണ്ട് സാധ്യതകളുള്ളത്. ഒന്ന്, ഈ സ്വയം തീ കൊളുത്തിയതാണെങ്കിൽ പോലും തീ പൊള്ളലിന്റെ ഒരു ആഘാതത്തിൽ അത് സഹിക്കാൻ വയ്യാതെ ഇറങ്ങി ഓടിയ അതല്ലെങ്കിൽ അണയ്ക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ ഇങ്ങനെ തീപ്പൊള്ളൽ ഏച്ചു മരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. ഇറങ്ങി പുറത്തേക്ക് ഓടുകയോ അല്ലെങ്കിൽ വെള്ളമെടുത്ത് ദേഹത്തൊഴിക്കുകയോ അത്തരം രക്ഷാപ്രവർത്തനങ്ങൾ സ്വയം ചെയ്യാനുള്ള ഒരു ആവേശം ഈ ജീവൻ ഒടുക്കുന്ന സാഹചര്യത്തിൽ പോലും ഏക്കുന്ന ഒരു ആളുകൾക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അതല്ല ഈ ആകസ്മികമായി തീ പിടിച്ചതാണെങ്കിലും അതല്ല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി സ്വയം കൊളുത്തിയതാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിലും ഈ തീപ്പൊള്ളലേറ്റിട്ട് പുറത്തേക്ക് ഓടുകയോ അതല്ലെങ്കിൽ വെള്ളമൊഴിച്ച് അത് തീ കെടുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊരു സാധ്യതയാണ്. പക്ഷേ അതുമാത്രമല്ലാതെ ഇനി അകത്തുനിന്നും തീ കൊളുത്തിയതാണെങ്കിൽ പോലും തീ കൊളുത്തിയ ഒരു സാഹചര്യത്തിലും രക്ഷപ്പെടണം എന്നുള്ള ആവേശത്തോടെ അല്ലെ പ്രാണരക്ഷാർത്ഥം ഇറങ്ങി പുറത്തേക്ക് ഓടിയതാണോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. ആ സമയത്ത് കനയിൽ വീണതായിരിക്കാം, കനയിൽ വീണ് മരിച്ചുപോയതായിരിക്കാം, അതല്ലെങ്കിൽ എന്തായാലും മരണകാരണം തീപ്പൊള്ളലാണോ എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. അതുമാത്രമല്ല ഈ പറഞ്ഞതുപോലെ ആത്മഹത്യാ ശ്രമമാണോ അതല്ല ആത്മഹത്യ ചെയ്തതാണോ അതല്ല കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. അതെന്തായാലും തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയാനുണ്ട്. ഈ ഷാരൂണിന്റെ സഹോദരിയുടെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയ സമയത്താണ് ഈ മരണം സംഭവിച്ചതെന്ന് പറയുന്നു. അവർ തന്നെ തിരിച്ചു വന്നപ്പോഴാണ് കോൺക്രീറ്റ് കാനയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരവിടെ നിന്ന് മാറി നിന്നതാണോ? അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കാനുണ്ട്. എന്തായാലും പോലീസ് അത്തരം ഒരു അന്വേഷണത്തിൽ തന്നെയാണ്. പോലീസിനും ഇത്തരത്തിൽ സംശയമുണ്ട്. മാത്രമല്ല വീട്ടുകാരും ഈ അർച്ചനയുടെ വീട്ടുകാരും ഇതേ പരാതി തന്നെ ഉന്നയിക്കുന്നുണ്ട്. കാരണം തങ്ങളുടെ മകളെ കൊന്നിട്ടതാണ് എന്നുള്ള ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു 6 മാസമായി ഈ ഷാരോൺ അത്രയേറെ ആ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഗർഭിണിയായ ശേഷവും തിരിച്ച് വീട്ടിലേക്ക് പോന്നോളൂ, പ്രശ്നമാണെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നത് ഷാരോണിന് മാത്രമല്ല ഇയാളുടെ കുടുംബാംഗങ്ങൾക്കും മരണത്തിൽ പങ്കുണ്ടെന്ന് പറയുന്നു. കാരണം ഈ പെൺകുട്ടി അർച്ചന അത്രയധികം ഭർത്തൃ വീട്ടിൽ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതാണ്. കാരണം പ്രണയിച്ച് വിവാഹം കഴിച്ച് സ്വന്തം വീട്ടുകാരെ പോലും ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഇറങ്ങിപ്പോന്ന പെൺകുട്ടിക്കാണ് ഒടുവിൽ ഈ ഒരു രീതിയിലുള്ളൊരു ദുരനുഭവം ഉണ്ടായത്. സ്വന്തം ഭർത്താവിൻ്റെ വീടിന് തൊട്ട് പുറകിലാണ് അർച്ചനയെ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം ആര്യൻകോട് കാപ്പ കേസ് പ്രതിക്ക് നേരെ വെടിയുതിർത്ത് പോലീസ്. കഴിഞ്ഞ രാത്രി ആര്യൻകോട് SHO തൻസീം അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാപ്പ കേസ് പ്രതി കൈരി കിരണിനെ പിടികൂടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു സംഭവം. പോലീസ് സംഘത്തെ കിരൺ വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് SHO വെടിയുതിർത്തത്. കാലിലേക്ക് ലക്ഷ്യമിട്ട് വെടിവെച്ചെങ്കിലും കിരൺ ഓടിയതിനാൽ വെടിയേറ്റില്ല. അതിനിടെ പോലീസിനെ ആക്രമിച്ച് കടന്നു കളഞ്ഞ കൈരി കിരണിനെ പിടികൂടി. അഭിഭാഷകനെ കാണാൻ കാട്ടാക്കടയിൽ എത്തിയപ്പോഴായിരുന്നു കിരണിനെ പിടികൂടിയത്. ഒരു സമൻസേ ഉള്ളൂ. ഒന്ന് ചെയ്യട്ടെ.
നാടുകടത്തിയ പ്രതി വിലക്ക് ലംഘിച്ച് വീട്ടിലെത്തിയതറിഞ്ഞ് പിടികൂടാൻ എത്തിയപ്പോഴായിരുന്നു പോലീസിന് നേരെ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള കിരൺ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. അതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ SHO ഇയാൾക്ക് നേരെ വെടിയുതിർത്തെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് അഭിഭാഷകനെ കാണാൻ എത്തിയപ്പോഴാണ് പ്രതിയെ പോലീസ് അതിവിദഗ്ധമായി പിടികൂടിയത്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്, പ്രതിയെ അനുനയിപ്പിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനിടെ കത്തി കാട്ടി പോലീസിനെ പ്രകോപിപ്പിക്കുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിനുശേഷം ഇയാൾ രക്ഷപ്പെട്ടു. എങ്ങനെയാണ് പിടികൂടാൻ കഴിഞ്ഞത് പ്രതിയെ? ാണ് രാവിലെ ഈ ഒരു കാപ്പ കേസ് പ്രതി തിരുവനന്തപുരത്തേക്ക് കടക്കാൻ പാടില്ലാത്ത അത്തരത്തിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുള്ള പ്രതി വീട്ടിലേക്ക് എത്തി എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു ആര്യങ്കോട് SHOയുടെ നേതൃത്വത്തിലുള്ള 6 പോലീസുകാർ ഇവിടേക്ക് എത്തുന്നത്. പിന്നീട് മുറ്റത്തെത്തിയ സമയത്ത് തന്നെ ഇയാൾ ഈ ഒരു വാള് വീശിക്കൊണ്ടുള്ള പരാക്രമം കാണിക്കുന്നു. പിന്നീട് വീട്ടിനകത്തേക്ക് കയറുന്നു. തുടർന്ന് പിന്തുടർന്നെത്തിയ പോലീസുകാരെ ഇങ്ങനെ വാള് വീശിക്കൊണ്ട് അടുത്തേക്ക് വരരുത് എന്നടക്കമുള്ള ആക്രോശം നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ്. തുടർന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പിന്നീട് ഈ ഒരു വെടിയുതിർക്കുന്നത്. കാലിനെ ലക്ഷ്യം വെച്ച് വെടിയുതിർത്തെങ്കിലും പിന്നീട് അത് കാലിൽ കൊണ്ടില്ല. പക്ഷേ പ്രതി അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഇതിനുശേഷം ഇത്തരത്തിൽ കാട്ടാക്കടയിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കേസും മറ്റ് നിരവധി ക്രിമിനൽ കേസുകളുമുള്ള അത്തരത്തിലൊരു പശ്ചാത്തലമുള്ള പ്രതി പിന്നീട് ഈ ഒരു കാപ്പ കേസിൽ 2 തവണ കാപ്പ ശിക്ഷ വിധിച്ച ഒരു പ്രതിയാണ്. ഇയാൾക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കാൻ പാടില്ല. അയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് എത്തുകയും തുടർന്ന് ഈ ഒരു കൂട്ടുകാരികൾക്കൊപ്പം അടക്കം കേക്ക് മുറിച്ച് ആഘോഷം അടക്കം നടത്തുന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടേക്ക് എത്തുകയും തുടർന്ന് ഈ ഒരു ആക്രമണ സംഭവം ഉണ്ടാവുകയും ചെയ്തത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രാവിലെ ആയിരുന്നു ഈ ഇത്തരത്തിൽ SHOക്ക് നേരെ വാള് വീശുകയും പിന്നീട് ഈ പോലീസുകാർ SHO തിരിച്ച് വെടിയുതിർക്കുകയും ചെയ്യുന്നത്. ഉച്ചയോടുകൂടി 1 മണിയോടുകൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു അഭിഭാഷകനെ കണ്ടുകൊണ്ട് ഈ കേസിലും പിന്നെ മറ്റ് കാപ്പ കേസിലടക്കമുള്ള ഒരു ജാമ്യം ലഭിക്കാനടക്കമുള്ള ഇതിന് മുൻകൂർ ഇത്തരത്തിൽ ആക്രമണം നടത്തി പിന്നീട് സ്വബോധത്തിലേക്ക് എത്തിയ പ്രതി പിന്നീട് ഇത്തരത്തിലൊരു നിയമസഹായം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അഭിഭാഷകനെ തേടി എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്താണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ ഒരു DIG അടക്കം നൽകിയ വിശദീകരണം എന്ന് പറയുമ്പോൾ ഈ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ SHO വെടിയുതിർത്ത് എന്നാണ് പറയുന്നത്. കാരണം വാള് വീശിക്കൊണ്ട് ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. പോലീസുകാരെ അടുത്തേക്ക് ചെല്ലാൻ പോലും സമ്മതിക്കുന്നില്ല. വാള് വീശുകയാണ്, തുടർച്ചയായി വാള് വീശുന്നു. മാത്രമല്ല വീടിനകത്തുള്ള ഉപകരണങ്ങളും വാതിലും അടക്കം ഈ വാൾ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ വളരെ പ്രകോപിതനായിരുന്നു പ്രതി. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം തടയാൻ എന്ന രീതിയിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് വെടിയുതിർത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇയാൾ. സ്ഥിരം കുറ്റവാളിയാണ്. നിരവധി ക്രിമിനൽ കേസുകളടക്കം പ്രതിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാപ്പ ശിക്ഷിക്കണം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിരവധി കേസുകൾ പ്രതിയായിരിക്കണം, അല്ലാതെ 2 തവണ കാപ്പ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര സാധാരണയായിട്ടുള്ള ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതി പിടിയിലാണ്. ഇപ്പോൾ പോലീസിനെ ആക്രമിച്ചതും പിന്നെ ഇത്തരത്തിൽ കാപ്പ മറികടന്നുകൊണ്ട് തിരുവനന്തപുരത്തുള്ള അസാധാരണമായ സംഭവമാണ് നമുക്കറിയാം. കാരണം കേരളത്തിൽ പലയിടങ്ങളിലും ഈ രീതിയിൽ ലഹരി കേസ് പ്രതികൾ, കാപ്പ കേസ് പ്രതികൾ പിടികൂടാനെത്തുമ്പോൾ പോലീസിന് നേരെ കത്തിവീശുന്ന, പോലീസിനെ ആക്രമിക്കുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ കേരള പോലീസ് പരമാവധി സംയമനം പാലിക്കും, പ്രതികൾക്ക് നേരെ വെടിയുതിർക്കാറില്ല. സാധാരണ നമുക്കറിയാം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിലും കർണാടകത്തിലൊക്കെ, തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച മറ്റൊന്നാണ്. അതായത് അവിടെ പലപ്പോഴും ഇതുപോലുള്ള അക്രമികളെ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ പോലുമുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പോലീസ് പരമാവധി ഇയാളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് വെടിയുതിർത്തുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് പോലീസിന്റെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട്?
തീർച്ചയായും കേരളത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം വളരെ കുറവാണ്. കാരണം അങ്ങനെ വെടിയുതിർക്കുക വളരെ അസാധാരണമായ സാഹചര്യത്തിൽ മാത്രമാണ് പോലീസ് അത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് കാര്യങ്ങൾ പോകാറ്. ഒരു ആക്രമണ പരമ്പരയായിക്കോട്ടെ, വല്ല പ്രതിഷേധമായിക്കോട്ടെ, അതിലൊന്നും കേരള പോലീസ് അങ്ങനെ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ നടപടികളിലേക്ക് കടക്കുന്ന വളരെ ചുരുക്ക സാഹചര്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു പോലീസിന് ഇത്തരത്തിലൊരു തോക്ക് നൽകിയത് ഈ ഒരു സ്വജീവനും ഒപ്പം തന്നെ സാധാരണക്കാരന് പൊതുജനത്തിനടക്കം ജീവന് ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് പ്രയോഗിക്കാനും ഉപയോഗിക്കാനും വേണ്ടി തന്നെയാണ് ഈ ഒരു പോലീസിന് ഈ തോക്കടക്കം നൽകിയിരിക്കുന്നത്. SHOയുടെ കയ്യിൽ നിന്നാണ് ഈ സംഭവം നടന്നതെങ്കിൽ തന്നെ അത് അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ഇത് തിരിച്ച് അത്തരത്തിൽ ഒരു പോലീസ് പ്രതിരോധിച്ചില്ല എങ്കിൽ ഈ ഒരു പ്രതിയെ പിടികൂടുന്നതിനിടയിൽ പ്രതി ആക്രമിക്കുകയോ ഈ ഒരു SHOയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അടക്കമുണ്ട്. കാരണം പ്രതിയുടെ പെരുമാറ്റം കണ്ടാൽ തന്നെ അറിയാം, ലഹരിയുടെ ഒരു മൂർധന്യ അവസ്ഥയിലാണ് അയാൾ പ്രതികരിക്കുന്നത്. ഒരു വലിയൊരു മാനസിക ഒരു സമ്മർദ്ദത്തിൽ തന്നെയാണ് അയാൾ ഉണ്ടായിരുന്നത്. ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല SHO മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് 6ഓളം പോലീസുകാർ, അതായത് വലിയൊരു സംഘം തന്നെ. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് SHO അങ്ങോട്ടേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയായിരുന്നു 6ഓളം പോലീസ് 6 പേരടങ്ങുന്ന സംഘമായിട്ടാണ് അവിടെ എത്തിയത്. അവർക്ക് പോലും ഈ പ്രതിയെ അനുനയിപ്പിച്ച് പിടികൂടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ സ്വജീവന് ഭീഷണി ഉയർന്നതോടെ ഈ വാള് വീശി ആക്രമണം നടത്തും, പോലീസുകാർക്കും ഒപ്പം തന്നെ വീട്ടുകാർക്കും എല്ലാവരെയും ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന് കണ്ടപ്പോഴാണ് വെടിയുതിർത്തത്. അതും ഇയാളെ പിടികൂടാൻ വേണ്ടി കാലിന് നേരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു വെടിയുതിർത്തത്. പക്ഷേ അയാൾ ഓടുന്നതിനിടയിലായതുകൊണ്ട് തന്നെ വെടികൊണ്ടില്ല. ആ സമയത്ത് ഇയാൾ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വജീവൻ രക്ഷിക്കാനുള്ള, അതായത് ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. DIG അടക്കം നൽകിയ വിശദീകരണത്തിൽ അത് വ്യക്തമാണ്. ഇത്തരത്തിലൊരു സാഹചര്യങ്ങൾ, ഇത്തരത്തിൽ അപൂർവമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ആയുധങ്ങളടക്കം പോലീസിന് നൽകിയിട്ടുള്ളത്. അത് കൃത്യമായി ഉപയോഗിച്ചു. പ്രതിയെ ആ സമയത്ത് പിടികൂടാൻ കഴിഞ്ഞില്ല എങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു മണിയോടുകൂടി തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചു. ഒരു കാപ്പ കേസ് പ്രതിയാണ്. അയാൾ പുറത്ത് ഈ ഒരു ലഹരിയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സാധാരണ നമ്മൾ ചില കേസുകളിൽ, ചില സംഭവങ്ങളിൽ പോലീസുകാരെ വിമർശിക്കാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ കസ്റ്റഡി മർദ്ദനങ്ങളുടെയൊക്കെ പേരിൽ പോലീസ് പലപ്പോഴും പഴി കേൾക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പോലീസ് ഈ പ്രതികളെ, ഇതുപോലുള്ള അക്രമികളെ മർദ്ദിക്കുന്നതെന്ന് നമ്മൾ ഇതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ഈ കിരണിനെ പോലെയുള്ള ഈ കൊടും കുറ്റവാളിയെ ഈ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതല്ലേ? കാരണം അയാൾ കാട്ടിക്കൂട്ടുന്ന പരാക്രമം, പോലീസിന് നേരെ കത്തിയെടുക്കുന്നു, പോലീസിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവിടെ വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ പുറത്തിറങ്ങിയാൽ പോലീസിനോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാർക്ക് ഇവിടെ എന്ത് സുരക്ഷയാണുള്ളതെന്നൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ മറ്റ് പ്രതികൾക്ക്, ഇതുപോലുള്ള കൊടും കുറ്റവാളികൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ? തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ വേറൊരു വഴിയില്ല. മാത്രമല്ല കേരള പോലീസ് എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ വളരെ നയപരമായി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുകയും പ്രതികളിലേക്ക് എത്തുകയും ചെയ്യുന്ന, അതായത് പരമാവധി അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുക, പ്രതികളെ ഒരു കായിക ബലം ഉപയോഗിക്കാതെ തന്നെ പിടികൂടുക എന്ന തരത്തിലൊക്കെ ആയിരുന്നു പോലീസിന്റെ നീക്കം. പക്ഷേ അതിപ്പോൾ ലഹരിയുടെ വ്യാപനത്തിനടക്കം വളരെ വലിയ രീതിയിലേക്ക് കടന്നപ്പോൾ പോലീസിനോടുള്ള ഭയം പോലും ഇപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള കുറ്റവാളികൾക്ക് ഇല്ലാതായിരിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് തൊട്ടടുത്ത വർഷം മുൻപ് നടന്ന ഒരു സംഭവമായിരുന്നു വന്ദനദാസിന്റെ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്നുമുണ്ടായ മരണം. അത് കൊലപാതകത്തിലടക്കം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, ഈ ഒരു തോക്കടക്കം നൽകിയത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നടക്കമുണ്ടായിരുന്നു. അതിലടക്കം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് പോലീസുകാരുടെ ജീവനോ പൊതുജനങ്ങളുടെ ജീവനോ ഈ ഒരു ഭീഷണി ഉയരുന്ന സമയത്ത് പ്രയോഗിക്കാനും ഉപയോഗിക്കാനും വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങളടക്കം നൽകിയിരിക്കുന്നത്. അല്ലാതെ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുക, സ്ഥലത്ത് നിന്ന് നീക്കുക എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ അത്ര പ്രായോഗികമല്ല. കാരണം ലഹരി വ്യാപനമെല്ലാം പല അത്ര നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ, അതായത് അങ്ങനെയും പടർന്ന് പന്തലിച്ച ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരെ ഈ നയപരമായൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്യുക എന്നത് പ്രായോഗികമല്ല. അത്തരത്തിൽ ശ്രമിച്ചാൽ ഈ ഒരു SHOയ്ക്ക് അടക്കം ജീവൻ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതൊരു ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ തോക്ക് ഉപയോഗിക്കാൻ അടക്കമുള്ള ഒരു പ്രചോദനം, മാത്രമല്ല ഇങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്കൊരു ഭയം
ഉള്ളിൽ ഉണ്ടാകുക എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ ഈ ഒരു സംഭവം കാരണമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ അതായത് ഇങ്ങനെയൊരു ആക്രമണം നടത്തുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർക്ക് ഈ ഒരു പോലീസുകാർക്ക് ഇത്തരത്തിലൊരു പരിശീലനം നൽകുന്ന അടക്കം. കാരണം നമുക്കറിയാം ഈ ഒരു SHO എന്ന് പറയുമ്പോൾ അടക്കം പോലീസ് ട്രെയിനിങ്ങിലടക്കം നൽകുന്ന കൃത്യമായ പരിശീലനമുണ്ട്, തോക്ക് പരിശീലനം, ഷൂട്ടിംഗ് അടക്കം പരിശീലനം നൽകുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ അപൂർവമാണ് കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പരിശീലനം അടക്കം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വരുന്ന ആളുകളിൽ ഇത് പോലീസിന്റെ ഇതുപോലുള്ള ഇടപെടലാണ് ആവശ്യം. കാരണം തിരുവനന്തപുരം ആര്യങ്കോട് പോലീസിന്റെ ആ ഇടപെടലിനെ എത്ര കണ്ടു അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം പരമാവധി അവർ സംയമനം പാലിക്കുന്നുണ്ട്. അനുനയിപ്പിച്ചുകൊണ്ട് ഈ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള കിരണിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇയാൾ ഈ വിലക്ക് ലംഘിച്ച്, അതായത് കാപ്പ കേസ് പ്രതി ജില്ലയിൽ പ്രവേശിക്കുന്നതെന്ന നിർദ്ദേശമുള്ളതാണ്. ആ വിലക്ക് ലംഘിച്ച് സ്വന്തം വീട്ടിലെത്തിയത് അറിഞ്ഞുകൊണ്ടാണ് ആര്യങ്കോട് പോലീസ് SHOയുടെ നേതൃത്വത്തിൽ അവിടെ എത്തിയത്. പക്ഷേ പോലീസിനൊപ്പം കൂടെ പോകാൻ ഇയാൾ കൂട്ടാക്കിയില്ല. പിന്നീട് കത്തിയെടുത്ത് പോലീസ് നേരെ വീശുന്നു, കതക് പൊളിച്ച് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നു. അങ്ങനെ പോലീസിൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് SHO വെടിയുതിർത്തത്. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ അതിവിദഗ്ധമായി പോലീസ് പിടികൂടുകയായിരുന്നു. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ചത് മർദ്ദനമേറ്റല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം കണ്ടെത്താനായി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഇന്നലെയാണ് പോക്സോ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന മുബഷീറിനെ ജയിലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മർദ്ദനമേറ്റല്ല മരണമെന്ന് വ്യക്തമാണ്, ഹൃദയാഘാതമല്ല എന്നും പോലീസ് പറയുന്നു, ആശുപത്രി അധികൃതരും പറയുന്നു. അങ്ങനെയെങ്കിൽ മരണകാരണം എന്താണെന്ന വ്യക്തത വന്നിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? ടോമെ, കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റ പാടുകളൊന്നും കണ്ടെത്താനായില്ല, മർദ്ദനമേറ്റല്ല ഈ മുബഷീർ മരിച്ചതെന്ന ഒരു പ്രാഥമികമായ നിഗമനത്തിലെത്തിയത്. ഇതൊരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ആന്തരിക അവയവങ്ങൾ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. എന്തായാലും ബന്ധുക്കൾ ഇപ്പോഴും പറയുന്നത് കഴിഞ്ഞ ദിവസം മാതാവും അതുപോലെ തന്നെ സഹോദരനും ഈ ജയിലിൽ സന്ദർശിച്ചപ്പോൾ തനിക്ക് ഇവിടെ വലിയ തോതിൽ മാനസിക പ്രയാസം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, തനിക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവരോട് പറഞ്ഞു എന്നാണ് ഇവർ ആരോപിച്ചിരുന്നത്. ഇന്നലെ തന്നെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ആ ഒരു സംഭവത്തിലാണ് ഇന്നിപ്പോൾ പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത്തരത്തിൽ വന്നത്. ഹൃദയാഘാതം മൂലവുമല്ല ഈ മരണമെന്ന് ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മുബഷീർ മരണപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? അത് ആന്തരിക അവയവങ്ങൾ ഈ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇതിലൊരു വ്യക്തതയുണ്ടാകൂ എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ഇത്തരത്തിൽ റിമാൻഡ് പ്രതിയായിരുന്ന മുബഷീർ ദേഹാസ്വാസ്ഥയെ തുടർന്ന് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിക്കുന്നത്. പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഒക്കെ വലിയ പ്രതിഷേധം ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. മോർച്ചറി മുന്നിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തി. തുടർന്ന് നെല്ലിക്കുന്ന MLA ഇടപെട്ടാണ് ഇത് വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കുകയും പിന്നീട് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. എന്തായാലും ഇപ്പോഴും ബന്ധുക്കൾ ഉറച്ച് വിശ്വസിക്കുന്നത് വലിയ തോതിലുള്ള പ്രയാസം ഈ സബ് ജയിലിൽ നിന്നും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ അത്തരത്തിലൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ടൗൺ പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. ഏതെങ്കിലും തരത്തിൽ പോലീസ് മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നതിന് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു റിപ്പോർട്ട്. അതോടൊപ്പം സഹതടവുകാരുടെ ഇത്തരത്തിലുള്ള ഒരു അക്രമം അല്ലെങ്കിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നൊരു ആരോപണവും ഉയർന്നിരുന്നു. അങ്ങനെ മർദ്ദനം ഏറ്റതായ ഒന്നും തന്നെ ഈ ഒരു പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോഴും ബന്ധുക്കൾ പറയുന്നത് ഇത് ആ രീതിയിൽ തന്നെ ഉള്ള മരണമാണ്, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചപ്പോൾ മുബഷീർ പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ തന്നെ എത്രയും പെട്ടെന്ന് ഈ ജയിലിൽ നിന്നും പുറത്തിറക്കണമെന്ന ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു എന്ന് ഇവർ പറയുന്നുണ്ട്. 2016 ഇയാളെ പോക്സോ കേസിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ 3 മാസം മുൻപ് വിദേശത്തെത്തിയ ഇയാൾ ഒരു ആവശ്യത്തിനായി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് നേരത്തെ പോക്സോ കേസിലെ വാറണ്ട് ഉണ്ടെന്ന് അറിയിക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയും ഇയാൾ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്.
അതായത് ഇന്നലെ പുലർച്ചെ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് തുടർന്നാണ് ആശുപത്രി പ്രവേശിക്കുന്ന സാഹചര്യം. ഏതായാലും ഇതിന്റെ മരണകാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുന്നു, ദുരൂഹത തുടരുന്നു. ബന്ധുക്കളും അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൽ ഒരു കൃത്യമായ കാരണം എന്താണ്, ഈ ഒരു മരണം സംഭവിക്കാനുള്ള കാരണം, അത് അറിയണം തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും ഇനി ഇപ്പോൾ വിദഗ്ധ ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം വന്നാൽ മാത്രം ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. എന്താണ് ഈ മുബഷിറിന് സംഭവിച്ചതെന്ന് അവർ തന്നെ വിശദീകരിക്കണം. ഈ കുടുംബം ഉന്നയിക്കുന്നതനുസരിച്ച് പല രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ഒരു അസ്വാഭാവിക മരണം തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ മർദ്ദനമേറ്റിട്ടില്ല എന്ന് പറയുമ്പോഴും എന്താണ് അതിൻ്റെ കാരണം, മരണകാരണം എന്നതിൽ പല രീതിയിലുള്ള സംശയങ്ങളും ഉണ്ടാകാം. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിന് മുൻപ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നോ മുബഷിർ? അങ്ങനെ ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കുമോ മരണം സംഭവിച്ചത്? അങ്ങനെ എന്തെങ്കിലും വ്യക്തത വരുത്തുന്നുണ്ടോ ഇക്കാര്യത്തിൽ? ടോമെ, ഈ കാര്യത്തിൽ കുടുംബം പറയുന്നത് അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഈ മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപത്തെ ദിവസം മാതാവും അതുപോലെ തന്നെ സഹോദരനും സബ് ജയിലിലെത്തി ഇയാളെ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും തനിക്ക് വലിയ തോതിലുള്ള ഈ പ്രയാസം ഈ ജയിലിൽ അനുഭവപ്പെടുന്നുണ്ട്, മർദ്ദനമേറ്റു എന്നാണ് ഇവരോട് പറഞ്ഞതെന്നാണ് ഇവർ ആരോപിച്ചത്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരത്തിൽ മർദ്ദനത്തിന്റെ പാടുകളോ അങ്ങനെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മർദ്ദനമേറ്റല്ല ഈ മരണം എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അത് തന്നെയാണ് ഇതിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് മുബഷിറിനെ സംഭവിച്ചത്? 29 വയസ്സുകാരനായ മുബഷിർ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, മർദ്ദനമേറ്റിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിച്ചത്? അതിനാണിപ്പോൾ ആന്തരിക അവയവങ്ങളുടെ ഒരു പരിശോധന നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ പരിശോധനാ ഫലം, ഒരു പക്ഷേ ആ പരിശോധനാ ഫലം വൈകിയേക്കും. അപ്പോഴേക്കും ടൗൺ പോലീസിന്റെ ഒരു അന്വേഷണം, ജയിലിൽ വിശദമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെയുള്ള CCTV ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റ് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നുണ്ട്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലൊരു വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വരാനുള്ള സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം പോലീസ് കാര്യമായി ഈ സംഭവത്തിലൊന്നും ഇപ്പോൾ പുറത്ത് വിവരങ്ങൾ വിടുന്നില്ല. പ്രാഥമികമായി പോലീസും പറയുന്നത് സ്വാഭാവിക മരണമാകാനുള്ള ഒരു സാധ്യതയെന്നാണ്. പക്ഷേ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. 29-കാരനായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാത്ത ഒരാൾ ഇത്തരത്തിൽ ജയിലിൽ ഒരു പുലർച്ചെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പിന്നീട് വളരെ പെട്ടെന്ന് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായ എന്താണെന്നുള്ളതിനൊരു വ്യക്തത വേണമെന്ന് പറയുന്നു. ഇതിൽ എന്നെ നെല്ലിക്കുന്ന MLA ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടപെട്ട ഒരു കേസാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി തീരുമാനിച്ചതും കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഈ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയതും ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതും. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ വിഷയം കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ സഹതടവുകാരിൽ നിന്ന് എന്തെങ്കിലും ഇയാൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നത്. നിലവിൽ അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലൊരു കൊലപാതകം എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെയാണ്. അസ്വാഭാവികത ഒന്നും ഇവർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും ഉയരുന്ന ചോദ്യം ടോം ചോദിച്ചതുപോലെ തന്നെ ഇത് ഈ മരണ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചാണ്. അതേതായാലും പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം പുറത്തു വരുമ്പോൾ അതിൽ ഉണ്ടാകുമോ, അതല്ല ഇനി ആന്തരിക അവയവങ്ങൾ പരിശോധനാ ഫലം വരുന്നവരെ കാത്തിരിക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഏതായാലും ജയിലിനുള്ളിൽ വെച്ച് സഹതടവുകാരുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ, കാരണം ജയിലിൽ ഒരുപക്ഷെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരു വ്യക്തത ഉണ്ടാകുമല്ലോ. പോലീസ് നിലവിൽ ഇന്നലെ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തിരുന്നു, അന്വേഷണം നടത്തുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ ബൈജു? ടോമേ, ഇത് കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലാണ്. ഈ സെൻട്രൽ ജയിൽ പോലുള്ള വലിയ തോതിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ, CCTV ക്യാമറ സംവിധാനങ്ങളൊന്നും ഈ ജയിലിനകത്തില്ല. പക്ഷേ നിലവിലുള്ള ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും അസ്വാഭാവികതമായി ഒന്നും കണ്ടിട്ടില്ല എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പക്ഷെ അപ്പോഴും നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഈ മരണത്തിന് കാരണം എന്താണെന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത്. കാരണം ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിൽ മരണപ്പെടാനുണ്ടായ സാഹചര്യം, അതാണ് അവർ പ്രധാനമായും ചോദിക്കുന്നത്. ഇന്നും
ആവർത്തിച്ച് അവർ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ പറയുന്നത് ഈ തങ്ങളോട് ഇയാൾ ഈ മുബഷിർ ജയിലിൽ സന്ദർശിക്കാനെത്തിയപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ സംശയത്തിനിടാക്കിയത്. അതിന് തൊട്ടു പിന്നാലെ മരണം സംഭവിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇവരുടെ സംശയം വർദ്ധിപ്പിച്ചത്. ഏതായാലും ഈ ബന്ധുക്കൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ പരാതി നൽകാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. നിയമപരമായും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജനപ്രതിനിധികളും പറയുന്നത് അത് തന്നെയാണ്. ഇതിലെ ഒരു ദുരൂഹത അകറ്റണം എന്ന കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ നിലവിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമികമായി പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ ഒരു കൃത്യമായ ഒരു കാരണം ഇതിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ മർദ്ദനം ഏറ്റിട്ടില്ല എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് മുബഷിർ ഈ മരിക്കാനിടയായ സാഹചര്യം എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2016 നടന്ന ഒരു കേസാണ്. വിദേശത്ത് നിന്നും 3 മാസം മുൻപാണ് മുബഷിർ നാട്ടിലേക്ക് എത്തിയത്. നാട്ടിലേക്ക് എത്തി പോലീസ് സ്റ്റേഷനിൽ ഒരു ആവശ്യത്തിന് പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് പരിശോധിച്ചപ്പോൾ നേരത്തെ കേസിലെ വാറന്റ് നിലനിൽക്കുന്നതെന്ന് അറിയുന്നതും പോലീസ് പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഏതായാലും ഈ പോലീസിന്റെ അന്വേഷണം ഇനി ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. വളരെ ശ്രദ്ധാപൂർവം, വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഇത് അന്വേഷണം നടത്തുന്നത്. ജയിലിനകത്ത് വെച്ച് എന്ത് സംഭവിച്ചു മുബഷിറിന് എന്നതാണ് ഏറ്റവും പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇനി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് ഇതുവരെ വിവരങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല. പ്രധാനമായും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇതിന്റെ തുടർ നടപടികളിൽ കടക്കാമെന്നാണ് പോലീസ് ഏതായാലും നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ അസ്വാഭാവിക മരണത്തിന് തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക മൊഴി നൽകി A. പത്മകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്ത്രി കണ്ഠരര് രാജീവനാണെന്നാണ് വെളിപ്പെടുത്തൽ. കേസിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പത്മകുമാറിനെ തിരികെ കോടതിയിൽ ഹാജരാക്കും മുൻപ് തട്ടിപ്പിന്റെ ഗൂഢാലോചന സംബന്ധിച്ച് പരമാവധി വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള നീക്കത്തിലാണ് SIT. പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഭൂമി ഇടപാടുകളെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിരിക്കുന്ന തെളിവുകൾ സംബന്ധിച്ചാണ് ചോദ്യം ചെയ്യൽ. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇനി ഏതാനും മണിക്കൂറുകൾ കൂടിയേ A. പത്മകുമാർ കസ്റ്റഡിയിലുള്ളൂ, SITയുടെ കസ്റ്റഡിയിലുള്ളൂ. പ്രധാനമായും ഈ ഗൂഢാലോചന സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ചോദിച്ചറിയേണ്ടത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്ത്രി കണ്ഠരര് രാജീവനാണെന്ന് വെളിപ്പെടുത്തലുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയിൽ ആർക്കൊക്കെയാണ് പങ്ക്, അതിൽ ഗൂഢാലോചന ആരൊക്കെ പങ്കെടുത്തു, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പത്മകുമാറിൽ നിന്നും SITക്ക് ലഭിച്ചിട്ടുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചനയുടെ ചുരുളരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് A. പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയത്. കസ്റ്റഡിയിൽ വാങ്ങി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നത് ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവനാണ് എന്ന കാര്യം അന്വേഷണ സംഘത്തോട് A. പത്മകുമാർ വിശദീകരിച്ചത്. പത്മകുമാറും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളും ഭൂമി ഇടപാടുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് തന്ത്രിയെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൊഴി A. പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ തന്ത്രിക്ക് ഏത് തരത്തിലാണ് ഇതുമായിട്ടുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാധാരണ സൗഹാർദ്ദം എന്നതിനപ്പുറത്തേക്ക് ഈ ഗൂഢാലോചനയുടെ ഭാഗമാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു അസ്വാഭാവിക ബന്ധമോ ഇടപെടലോ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച പരാമർശങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഒരുപക്ഷെ ഹൈക്കോടതിയിൽ അടുത്ത ദിവസം സമർപ്പിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണം അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ചില നിർണായകമായ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. കഴിഞ്ഞ ദിവസം SIT തന്നെ തന്ത്രിമാരെ ഈ ചോദ്യം ചെയ്യുന്നതിനായി മൊഴിയെടുക്കുന്നതിനായി വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം പിന്നീട് തന്ത്രിമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിമാർ ഇടപെടാറുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ദേവസ്വം ബോർഡാണ് എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടെത്തലുകളും പുറത്തു വരുന്ന മൊഴിയുമൊക്കെ അതിനപ്പുറത്തേക്ക് വെളിച്ചം വീശുന്ന ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിൻ്റെ ഗതി മറ്റൊരു ദിശയിലേക്ക് നീളുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് SIT എത്തുകയാണ്. എന്തായാലും പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിമാരിൽ നിന്ന്, പ്രത്യേകിച്ച് തന്ത്രി കണ്ഠരര് രാജീവരിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും SIT എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം
തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? SIT സംശയിക്കുന്നുണ്ടോ ഡാൻ? കൃത്യമായ അന്വേഷണത്തിലൂടെ ആ ഒരു ചോദ്യത്തിൻ്റെ പൂർണ്ണമായ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. പക്ഷേ ചില സംശയങ്ങൾ അവരുടെ ഇടപെടലുകളിൽ ഉണ്ട് എന്നുള്ള സൂചനയുണ്ട്. അതുകൊണ്ടാണ് ആ ദിശയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് തന്ത്രിമാരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാനായി SIT അവരെ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും താന്ത്രിക വിധിപ്രകാരം മാത്രമേ അവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രത്യേകിച്ച് തന്ത്രിമാരുടെ അറിവും അവരുടെ സമ്മതവും അനുവാദവും ഇല്ലാതെ അവിടെ നിന്ന് ഒരു ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാനാവില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു കൊള്ള നടക്കുമ്പോൾ അതെങ്ങനെ അവർ മാത്രം അറിയാതെ പോകുന്നു എന്നതാണ് SIT അലട്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള ഉത്തരം തേടുകയാണ് അന്വേഷണ സംഘം. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം തന്ത്രിമാരിൽ നിന്ന് മൊഴി ശേഖരിച്ചത്. അതിന് പിന്നാലെയാണ് പത്മകുമാർ നടത്തിയ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് എന്ന മൊഴി അത് ഈ കേസിൽ എത്രത്തോളം അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ആ ദിശയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. കാരണം അത് ഉറപ്പാക്കാവുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. 2019 മുതലുള്ള പത്മകുമാറിൻ്റെയും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും വിദേശയാത്രകളുടെയും വിവരങ്ങൾ കൂടി ശേഖരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഡാൻ, അതോടൊപ്പം ഈ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള മറ്റ് ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് പത്മകുമാർ SITക്ക് മൊഴി നൽകിയിട്ടുണ്ടോ? അതിലൊരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് മണിക്കൂറുകളോളം ആറന്മുളയിലെ പത്മകുമാറിന്റെ വസതിയിൽ പരിശോധന നടത്തുകയും പാസ്പോർട്ട് രേഖകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തത്. അങ്ങനെ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് അവരുടെ ചില ഭൂമി ഇടപാടുകളിലും അതോടൊപ്പം സാമ്പത്തിക ഇടപാടുകളിലും പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കാളികളായിരുന്നു എന്ന സംശയം ബലപ്പെടുത്തുന്ന തെളിവുകൾ SITക്ക് ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ നടന്നിട്ടുണ്ടായിരിക്കാമെന്നാണ് വിവരം. വൈകുന്നേരം 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. അപ്പോൾ കൊല്ലത്ത് കോടതിയിൽ ഹാജരാക്കും. അതിന് മുന്നോടിയായി വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമാണ് തിരുവനന്തപുരത്ത് വന്നിപ്പോൾ പത്മകുമാറുമായി അന്വേഷണ സംഘം തിരിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ദേലമ്പാടിയിൽ BLOയെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. BLO P അജിത്തിനെ പഞ്ചായത്ത് അംഗം സുരേന്ദ്രൻ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. ഇന്ന് രാവിലെ ക്യാമ്പ് നടക്കുമ്പോഴായിരുന്നു സംഭവം. ഫോം വിതരണവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ കയ്യേറ്റം ചെയ്തുവെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, നമുക്കറിയാം വലിയ സമ്മർദ്ദങ്ങൾക്കിടെയാണ്, ജോലി സമ്മർദ്ദത്തിനിടെയാണ് BLOമാർ അവരുടെ തൊഴിൽ ചെയ്യുന്നത്. BLO ആത്മഹത്യ ചെയ്ത സംഭവം, ആത്മഹത്യക്ക് ശ്രമിച്ചതടക്കം നിരവധി വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലം കൂടിയുണ്ട്. ഇവിടെ വളരെ വ്യക്തമാണ്, ഒരു പഞ്ചായത്ത് അംഗം, ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ് BLOയെ അസഭ്യം പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കയ്യേറ്റം ചെയ്തു എന്ന് പരാതിയുണ്ട്. എന്താണ് സംഭവിച്ചത്?
തീർച്ചയായും ടോമെ, BLOമാരുടെ പരാതി വലിയ തോതിൽ ഉയർന്നു വരികയും വലിയ പ്രതിഷേധവും ഇടയാക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങൾ സഹിതം BLO നേരിടുന്ന ബുദ്ധിമുട്ട് അത് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരിക്കുന്നത്. ഇതിപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് ദേലമ്പാടി പഞ്ചായത്തിലെ പയറെടുക്ക എന്ന് പറയുന്ന ബൂത്തിലാണ്. ഈ BLO ബന്ധടുക്കെയുള്ള ഒരു ബീവറേജസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനാണ്. ഇയാൾക്ക് ഇവിടെയാണ്, ഈ ബൂത്തിലാണ് ചാർജ്. അങ്ങനെ ഈ ഒരു ഫോമുമായി SIR ഫോമുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഈ ദേലമ്പാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഈ സന്തോഷ് എന്ന് പറയുന്ന, ഈ ആക്രമിച്ചു എന്ന് പറയുന്ന ഇയാൾ. ഈ ഒരു പുഷ്പ എന്ന് പറയുന്ന 2 പേരുണ്ടായിരുന്നു ഈ പയറെടുക്ക ബൂത്തിൽ. അങ്ങനെ ഈ ഫോം ഇവർ ഒരാളുടെ കയ്യിൽ കൊടുത്തേക്കുകയും ഇതിലൊരാൾക്ക് ഈ ഫോം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി, മറ്റൊരാൾക്ക് ഫോം കിട്ടിയില്ല എന്ന് പറയും. അതിനെ തുടർന്ന് ഈ സന്തോഷ് ഈ അജിത്ത് എന്ന് പറയുന്ന BLOയെ അസഭ്യം പറയുകയും കോടതിയിൽ പിടിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത്. ഫോം എത്തിച്ച് നൽകാമെന്ന് ഇയാൾ ആവർത്തിച്ച് പറയുമ്പോഴും ഇയാളെ ആക്രമിച്ചു എന്നാണ് ഇയാളുടെ പരാതിയിൽ പറയുന്നത്. ഇത്തരത്തിൽ ഈ കുറെ അധികം സമയം ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അതിൽ ദൃശ്യങ്ങൾ ആരോ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ജില്ലാ കലക്ടർക്ക് അജിത്ത് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിന്മേൽ ഇപ്പോൾ ജില്ലാ കലക്ടർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കലക്ടറുടെ റിപ്പോർട്ടിനനുസരിച്ച് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് പോലീസിന്റെ തീരുമാനം. ഇപ്പോൾ എന്തായാലും കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിലാണ് ഇപ്പോൾ സമീപകാലത്ത് ഒരു BLO ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ BLOമാരുടെ നിരവധി ശബ്ദ സന്ദേശങ്ങൾ, ഇവർ ഈ ജോലിയിൽ അനുഭവിക്കുന്ന SIRമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ഒരുപാട് ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കൃത്യമായൊരു തെളിവ് ആ ഒരു BLOയെ അസഭ്യം പറയുന്നത് കൃത്യമായി അതിൽ നിന്ന് കാണാം. ഇയാളെ കോളർ പിടിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്തായാലും ഈ സംഭവം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം കാണുന്നത്. കാരണം ഇനിയും ഇതിന്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ SIR ഫോമുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ ഈ BLOയുടെ പരാതിയിൽ ഈ രാഷ്ട്രീയ നേതാവിനെതിരെ കേസെടുക്കേണ്ടതല്ലേ? കാരണം അവിടെ ജോലി തടസ്സപ്പെടുത്തുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, കയ്യേറ്റം ചെയ്യുന്നുണ്ട്. നടപടി എടുക്കേണ്ടതല്ലേ ബൈജു? തീർച്ചയായും അത്തരത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കലക്ടർ ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം പോലീസും ഈ ജില്ലാ കലക്ടറുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിനനുസരിച്ച് ഇതിൽ കാര്യമായ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും അങ്ങനെ വിവരങ്ങൾ ലഭിച്ചാൽ, തെളിവുകൾ ലഭിച്ചാൽ അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ്. ഒരു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ ഇത്തരത്തിൽ ഒരു BLOമാർക്ക് നേരെ ഈ അതിക്രമം നടത്തുന്നത് വളരെ ഗൗരവമായിട്ട് തന്നെ കാണേണ്ടി വരും. BLOമാർ ഉന്നയിച്ച ഈ ഒരു പരാതികൾ, നിരന്തരം ഉന്നയിക്കുന്ന പരാതികൾ, ഈ SIRമായി ബന്ധപ്പെട്ട് വിവരശേഖരണത്തിനും മറ്റും പോകുമ്പോൾ നേരിടുന്ന പ്രയാസങ്ങളൊക്കെ അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വിവരം തന്നെയാണ് ഈ ഒരു ദൃശ്യം പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ വരുന്നത്. ഏതായാലും ഇതിൽ വലിയ പ്രതിഷേധം BLOമാരുടെ ഇടയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കലക്ടറുമായി സംസാരിച്ചിട്ടുള്ളത്. കൃത്യമായ നടപടി ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും തുടർ നടപടികൾ, ഇതിനുശേഷം ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസും കടക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് കലക്ടറുടെ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും അതിൽ ഏത് വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തണമെന്നത്. കാരണം ഔദ്യോഗിക കൃത്യനിർവഹണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട്, കയ്യേറ്റം നടന്നിട്ടുണ്ട്, അസഭ്യം പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം വകുപ്പുകൾ ചേർത്ത് കൃത്യമായി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ കേസെടുക്കും തന്നെയാണ് പോലീസ് പറയുന്നത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഇതിൽ ജില്ലാ കലക്ടറുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു വിശദീകരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഇത്തരത്തിൽ BLOമാരുടെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം ഒരു ഭാഗത്ത്, രാഷ്ട്രീയമായ സമ്മർദ്ദം മറ്റൊരു വശത്ത്, അതോടൊപ്പം ഈ പഞ്ചായത്ത് ആത്മഹത്യക്ക് പിന്നാലെ ബൈജു സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യക്ക് പിന്നാലെ BLOമാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തരമൊരു പ്രതിഷേധം ഉയരുന്നുണ്ടോ? തീർച്ചയായും BLOമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നത്. നമുക്കറിയാം, ഇത് കേരളത്തിലെ മാത്രം ഉയർന്നു വരുന്ന ഒരു പ്രശ്നമല്ല, രാജ്യമൊട്ടാകെ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന സംഭവം തന്നെയാണ് BLOമാരുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ ഒരു ജോലി കൂടി ചെയ്യേണ്ട ബാധ്യത ഇവർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ട്. അവർ തന്നെ ഈ വിവരശേഖരണം നടത്തി ഒരാഴ്ചക്കകം ഒക്കെ നൽകണമെന്ന ഒരു സമ്മർദ്ദമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുടരെ വന്ന പല സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ, ഇത്തരത്തിൽ BLOമാർ നേരിടേണ്ടി
നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും മരണത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും ഒരു പരിധിവരെ ഇവർക്ക് സമ്മർദ്ദം കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഇവരുടെ ജോലി പൂർത്തീകരിച്ചില്ലെങ്കിൽ നിലനിൽപ്പിനെ തന്നെ തങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന ഒരു ആശങ്ക പല BLOമാരും പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നടന്ന ഈ ദേലമ്പാടി പഞ്ചായത്തിൽ നടന്ന ഈ സംഭവത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു ഫോം SIR ഫോം ഒരു പുഷ്പ എന്ന് പറയുന്നവർക്ക് നൽകിയിരുന്നു. മറ്റൊരു പുഷ്പയുടെ ഫോം ലഭിക്കാതിരുന്നു. പക്ഷെ വേണമെങ്കിൽ പുതുതായി അത് ഫോം നൽകാമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇയാളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ദൃശ്യങ്ങൾ സഹിതം വന്നതുകൊണ്ടാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും ഒരുപക്ഷെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് കൃത്യമായ ദൃശ്യങ്ങൾ സഹിതം തന്നെ ഇങ്ങനെ ഒരു പരാതി പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനി വളരെ ചെറിയ സമയമേ ഉള്ളൂ. അതിനുള്ളിൽ ഈ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം വലിയ തോതിലുള്ള പ്രയാസങ്ങൾ 1000-1500 SIR ഫോമുകളാണ് ഇത്തരത്തിൽ വിവരശേഖരണം നടത്തി അത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇയാൾ ബന്തെടുക്ക എന്ന് പറയുന്നത് കിലോമീറ്റർ ദൂരമുള്ള ഒരു ബീവറേജ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നതാണ്. ഇയാൾക്കാണ് ദേലമ്പാടി എന്ന് പറയുന്ന ഈ പഞ്ചായത്തിലെ പയറെടുക്ക എന്ന ബൂത്തിലെ ഈ ഒരു ജോലി ലഭിച്ചിട്ടുള്ളത്. ക്യാമ്പ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിലും ഈ ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇവർക്ക് കൃത്യമായ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാസർഗോഡ് നിന്ന് വരുന്ന ഈ ഒരു പരാതിയും ഈ ദൃശ്യങ്ങളും. ടോം, വ്യക്തമാണ്. KB ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലം കുണ്ടറയിൽ പോക്സോ കേസിൽ പ്രതി അറസ്റ്റിൽ. പെരുമ്പുഴ സ്വദേശി പുഷ്പാങ്കദനാണ് പിടിയിലായത്. 5 വയസ്സുള്ള കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് നടപടി. വീട്ടിൽ ആളില്ലായിരുന്ന സമയം കുട്ടിയെ ഇയാൾ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഈ കേസിനാസ്പദമായ സംഭവം എന്നായിരുന്നു? എങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസിനെത്താൻ കഴിഞ്ഞത്? ടോം, കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൊല്ലം കുണ്ട്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പ്രതിയെ പോലീസ് കൈയോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. 5 വയസ്സുള്ള ഒരു കുട്ടിയോടാണ് ലൈംഗികാതിക്രമം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് പോലീസിന് ലഭ്യമായതും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുട്ടിയുടെ വിശദമായ മൊഴിയെടുക്കുകയും ചെയ്തു. കുട്ടി കൃത്യമായി ഒരു ലൈംഗികാരോപണം ഉന്നയിക്കുന്നുണ്ട്. പീഡനം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കുട്ടി പറയുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പുഷ്പാങ്കദൻ എന്നു പേരുള്ള ഒരു ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 50 വയസ്സ് പ്രായമുണ്ട്. ഇയാൾ കൽപ്പണിക്കാരനാണ്. ഇയാൾ അവിവാഹിതനാണ് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ കുട്ടിയോട് ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം നടത്തിയതിനെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പുള്ളിയെ പുഷ്പാങ്കദനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പുഷ്പാങ്കദൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പലതരത്തിലുള്ള കേസുകൾ, പോക്സോ കേസുകൾ ദിനംപ്രതി ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വ്യാപകമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്കുള്ള ബോധവൽക്കരണങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിനെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകണമെന്നുള്ളൊരാവശ്യവും ഉയർന്നു വരുന്നുണ്ട്. ടോം, ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ ഇയാൾ പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ? സമാനമായ രീതിയിൽ ഏതെങ്കിലും ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണോ പിടിയിലായ പുഷ്പാങ്കദൻ? ടോം, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നില്ലെങ്കിൽ പോലും ഇയാൾക്കെതിരെ മറ്റ് കേസുകളൊന്നും തന്നെ ഇല്ലാന്നാണ് അറിയുന്നത് പ്രാഥമികമായിട്ട്. പക്ഷേ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം ആയി ബന്ധപ്പെട്ട് ആ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കും ആ സമയത്ത് അപകടം സംഭവിച്ച ഒരു ആളാണ്. ദേഹമാസകലം പൊള്ളലൊക്കെയേറ്റ് ആ സമയങ്ങളിൽ അയാൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്നൊരു ആളാണ് എന്ന് പോലീസിന് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധമില്ലെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു പോയതാണ്. പക്ഷേ അങ്ങനെ ഒരു ആളാണ് ഇത്തരത്തിലേക്ക് പെട്ടിരിക്കുന്നത്. 5 വയസ്സ് പ്രായമുള്ള കുട്ടിയെ വീട്ടിലെത്തി ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടായ ചില സംശയങ്ങൾ, അതുപോലെ തന്നെ കുട്ടിയുടെ ദേഹമാസകലനം, ചില മുറിപ്പാടുകൾ, കുട്ടിക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്തു. മാതാപിതാക്കളോട് കുട്ടി ഇത് വെളിപ്പെടുത്തിയതോടു കൂടിയാണ് പോലീസിൽ അവർ പരാതി നൽകാൻ തയ്യാറായത്. സൗഹൃദപരമായിട്ടുള്ള മൊഴിയെടുപ്പായിരുന്നു സ്റ്റേഷനിൽ ഉണ്ടായത്. കുട്ടിയെ വിളിച്ച്
അടുത്തിരുത്തി സൗഹൃദപരമായിട്ടുള്ള മൊഴിയെടുപ്പിലാണ് കുട്ടി കൃത്യമായി ഈ പീഡന വിവരങ്ങളും ഇങ്ങനെ ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയത്. ഉടൻ തന്നെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുണ്ടറയിലാണ് പോക്സോ കേസിൽ, അതായത് വീട്ടിൽ ആളില്ലായിരുന്ന സമയം നോക്കി ഒരു 5 വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.